ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി പൊട്ടാറ്റോ കറി റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ്. അത്രയും സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഈസി പൊട്ടാറ്റോ കറി തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം നന്നേ കുറച്ച് വെച്ചുകൊണ്ട് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഇത്രയും വേണ്ട, 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ. പൊടികളൊക്കെ നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും ഒഴിക്കാതെ അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് ഈ പൊടികളുമായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, ഒരു 1/4 കപ്പ് അളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ജാറ് കഴുകിയിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ നോക്കിയിട്ടൊക്കെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തക്കാളിയുടെ റോ ടേസ്റ്റ് ഉണ്ടാവില്ലേ, പച്ച ചുവ, അതൊന്ന് നന്നായിട്ടൊന്ന് മാറി വരട്ടെ. ഇതിവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാം. കുക്കറിലാവുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ 2 അല്ലെങ്കിൽ ഒരു 3 വിസിലൊക്കെ കൊണ്ടുവന്ന് പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടോ വലുതായിട്ടോ കട്ട് ചെയ്തെടുക്കാം. കുറച്ചൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തത് കറിയിലേക്ക് ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുന്നത്. കറി കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഈ മസാലയിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് കറി എത്രയാണോ ആവശ്യം, ഗ്രേവി എത്രയാണോ വേണ്ടുന്നത് അതിനൊക്കെ അനുസരിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, കറക്റ്റ് പാകത്തിനാണുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊണ്ട് തിളപ്പിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. അപ്പോൾ ഇതേ കറിയുടെ മുകളിൽ ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ചേർക്കാം. ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു സമയത്ത് പെരുംജീരകം പൊടിച്ചത് ചേർക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതെന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവാളയൊന്നും ചേർക്കാതെ തക്കാളിയും കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ കുറച്ച് മുന്നേ തന്നെ വേറൊരു പൊട്ടാറ്റോ കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയുടെ ടേസ്റ്റൊക്കെയുള്ള അതുകൂടി ഒന്ന് കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്